ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. സൺഡേസ് എപ്പോഴും എനിക്കൊരു സ്ലോ മോർണിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഉച്ച കഴിഞ്ഞിട്ടാണ് മദ്രസ, സ്കൂളില്ല, കുട്ടികളൊക്കെ എന്തായാലും കിടന്നുറങ്ങും. പിന്നെ ഇവിടെ തണുപ്പുമാണല്ലോ, അപ്പോൾ രാവിലെ നല്ലൊരു റിലാക്സിങ് ആണ്. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ഒരുപാട് നേരം അങ്ങനെ കിടന്നുറങ്ങാനും പറ്റില്ല കേട്ടോ. ഒരു 8 മണി 8:30 മാക്സിമം, അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എണീറ്റ് പോരും. അപ്പോൾ ഞാനൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞതേ ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് വിശപ്പ്, ദാഹം. അപ്പോൾ ഇന്നത്തെ ദിവസം സൺഡേ എല്ലാവർക്കും ചായ നിർബന്ധമാണ് കേട്ടോ. എല്ലാവരും ഒരു ഗ്ലാസ് ചായ കുടിക്കും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഒന്ന് തട്ടിക്കൂട്ടൽ പരിപാടിയാണ്. കാരണം നമ്മൾ ഉച്ച കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകാനുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. ദുബായിൽ അൽഖുദ്ര എന്നും പറഞ്ഞിട്ടൊരു ലേക്കുള്ളൊരു ഏരിയ ഉണ്ട്. നമ്മൾ ഓൾറെഡി പോയതാണ്. അപ്പോൾ അവിടെ പോകാം, രാത്രി അവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഹാസിമിന് ഓൾറെഡി ബ്രെഡ് മുട്ടയിലും പാലിലൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നെയ്യിൽ വാട്ടി കൊടുത്തിട്ടുണ്ട്. ഹംദാന് ചീസി ഓംലേറ്റ് വേണമെന്നും പറഞ്ഞിട്ട് അവനത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാറൂന് നോർമൽ ഓംലേറ്റ് മതി, ചീസ് ഇട്ടത് ആൾക്ക് ഇഷ്ടമല്ല. ഹാറൂന് അങ്ങനെ കൊടുത്തു. ഇക്കാക്കും എനിക്കും ഓട്സിൻ്റെ സൂപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയില്ലേ, അത് തന്നെ സെയിം പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതും ഓറഞ്ചും കുറച്ച് ഗ്രീൻ ആപ്പിൾ ഉണ്ടായി, അതും കട്ട് ചെയ്തു. ഈ ഓറഞ്ചും ഗ്രീൻ ആപ്പിളൊക്കെ കുറച്ച് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗ്രീൻ ആപ്പിൾ അങ്ങനെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസും. അങ്ങനെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കബാബ് എന്തെങ്കിലും ആക്കി കൊണ്ടുപോകാമെന്ന് ഇങ്ങനെ വിചാരിച്ച് അങ്ങനെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസും ക്യാപ്സിക്കും ഒക്കെ വാങ്ങി ഞാനിങ്ങനെ സ്ക്വയർ പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കബാബ് എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണത്. എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. ഒരുപാട് ഉണ്ടാക്കി തഴക്കോ മഴക്കോ വന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ 3 കളറ് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഗ്രീൻ ഹംദാനാണ് കേട്ടോ പോയി വാങ്ങിച്ചത്. അപ്പോൾ അവൻ ഗ്രീൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അപ്പോൾ ഈ ഗ്രീനും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരുന്നേനെ. അപ്പോൾ ഇങ്ങനെ ഈ 3 കളറ് ക്യാപ്സിക്കം ഉണ്ട്. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ കോലയിൽ വെച്ചതിന് ശേഷമാണ് പിന്നെ മസാല ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ 2 ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ ഇക്കാടെ 2 ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചിക്കൻ ഇങ്ങനെ മസാല വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. പല കളർ ക്യാപ്സിക്കം വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. അപ്പോൾ ഞാനൊരു 2-2.5 കിലോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും നന്നാക്കി അതൊന്ന് മിക്സിയിൽ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി വേണം, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് തൈര്, ഉപ്പ്, പിന്നെ കസൂരി മേത്തി നല്ലപോലെ കൈവച്ച് നല്ലോണം പൊടിച്ച് തന്നെ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഗരം മസാല. പിന്നെ നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കുറച്ച് ചീസ് ആഡ് ചെയ്യണം. ഇത് ഒലിവ് ഓയിലിൽ നമ്മളുടെ കടലമാവില്ലേ, കടലമാവിൻ്റെ പൊടി നല്ലപോലെ ഒലിവ് ഓയിൽ ചൂടാക്കിയിട്ട് അതിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അതാണ് ഈ ഒരു കബാബിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ന് നല്ല കാറ്റും ഒരു ഇരുണ്ടൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഷാർജയിലും പല സ്ഥലത്തൊക്കെ ഇന്ന് നല്ല മഴ പെയ്തിട്ടുണ്ട് ഈ സമയത്ത്. എന്തായാലും ഇവിടെ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ അവിടെയൊന്നും പെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ചിക്കനിലേക്ക് ഫുള്ള് മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ കടലമാവും ഒലിവ് ഓയിലും നല്ലപോലെ ചൂടാക്കിയിട്ട് ആ കടലമാവിൻ്റെ ഒരു കുത്തലുണ്ടാവുമല്ലോ, അത് മാറി കിട്ടണ വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മാവിലേക്ക് ഒഴിച്ച് നല്ലപോലെ എല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ചിക്കനിൽ തേച്ച് കൊടുക്കുക. നമ്മൾ പുറത്ത് പോയി ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മസാല തേക്കണമെന്നില്ല, കാരണം പെട്ടെന്ന് മസാല കരിഞ്ഞു പോകും. നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ലപോലെ മസാല തേച്ചിട്ട് ഒരു പാൻ വലുത് വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലിങ്ങനെ കോലിങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ കൈയും കൂടി അങ്ങനെ പാക്ക് ചെയ്ത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ച സംഭവം. പിന്നെ ചിക്കൻ കുറച്ച് മസാല വെച്ചത് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ചീരയുടെ തോരനുണ്ടായിരുന്നു, അതും തൈരും പിന്നെ വേപ്പിലക്കട്ടിയുടെ നമ്മളുടെ ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, അതും ഒക്കെ വെച്ചിട്ട് നമ്മളിന്നൊരു തട്ടിക്കൂട്ടിൽ അങ്ങനെ ലഞ്ച് കഴിച്ച് അങ്ങനെ വേഗം ഇറങ്ങാണ് കേട്ടോ. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഇക്ക ചോറിൻ്റെ കൂടെ കുറച്ച് ചിപ്സൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. അപ്പോൾ സൈക്കിള് സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഹാറുവിൻ്റെ സൈക്കിള് ബാക്കിൽ അങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ട് അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഹാറുവിൻ്റെ സൈക്കിൾ തിരിച്ച് മുകളിൽ തന്നെ കൊണ്ടുപോയി വെച്ചിട്ട് ഒരു സൈക്കിളും പിന്നെ ബ്ലൂടൂത്ത് പിന്നെ നമ്മളുടെ ചിക്കൻ മസാല തേച്ചത് പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങൾ ലൈറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേണമല്ലോ ഗ്രില്ല് ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പോൾ. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. സ്ഥിരമായിട്ട് സൺഡേസിൽ കിട്ടാറുള്ള ബ്ലോക്കൊന്നും ഇന്ന് ഉണ്ടായിരുന്നില്ല. റോഡൊക്കെ നല്ല റഷായിരുന്നെങ്കിലും വണ്ടി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്നൊരു 3/4 മണിക്കൂറോളമുള്ള യാത്രയുണ്ട് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹാസിമ ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ അസറൊക്കെ നിസ്കരിച്ച് പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കണമായിരുന്നു. നമ്മൾ മാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ലേസും ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ വെള്ളം കുബൂസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായി. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മളങ്ങനെ പയ്യെ ലൗലേക്കിലെത്തിയിട്ടോ. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് കേട്ടോ. നമുക്കത് ഫ്ലൈറ്റ് വ്യൂവിൽ ഇതിനൊരു ഹാർട്ട് ഷേപ്പാണ്. പോകുന്ന വഴി ഇങ്ങനെ ഒരു ഡെസേർട്ട് ഏരിയ കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ചുറ്റും കുറേ മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോരോ ലേക്കുകളായിട്ട് അങ്ങനെയാണ്. ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റും ഒക്കെ ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഫ്രൂട്ട് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടോ. അത് ഇളന്തപ്പഴം എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ അത് ഗ്രീൻ കളറാണെങ്കിൽ അത്ര മധുരമില്ല. പക്ഷെ ഒരു ഓറഞ്ച് യെല്ലോ കളറാകുമ്പോൾ നല്ല സ്വീറ്റായിരുന്നു. അത് കുറേ പറിച്ച് നമ്മൾ കുപ്പിയിലാക്കിയാണ് കുറേ കഴിച്ചിട്ട് അവിടെ നിന്ന്. സൺഡേ ആണെങ്കിലും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ പൊതുവേ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു ഒഴിഞ്ഞ ഏരിയയിൽ അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നല്ലൊരു ഏരിയ കണ്ടുപിടിച്ചിട്ടാണ്. അങ്ങനെ അതിൻ്റെ സൈഡിൽ വണ്ടിയൊക്കെ നിർത്തി സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ മാറ്റൊക്കെ വിരിച്ച് അങ്ങനെ പിള്ളേരൊക്കെ അവിടെ കളി തുടങ്ങി പയ്യെ. പിള്ളേർ സൈക്കിളും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് അവർ ഓരോരുത്തരും ഓരോ വഴിക്ക് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. ഹാസിമിന് മണ്ണ് മാത്രം മതി. എവിടെ പോയാലും മണ്ണുണ്ടെങ്കിൽ പിന്നെ ആൾക്ക് വേറെ ഒന്നും വേണ്ട. അവിടെ നിന്ന് പോരാറായപ്പോഴേക്കും ഒരു ഉഴുവാൻ പോയ ഒരു കോലത്തിലായിരുന്നു കേട്ടോ ഹാസിം. അങ്ങനെ ഖലീഫ അതേ സൈക്കിളൊക്കെ ചവിട്ടി അങ്ങനെ തകർത്ത് നടക്കുന്നുണ്ട്. ഹംദാനും അങ്ങനെ കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഒരു റൗണ്ടൊക്കെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. ഹാറുൻ്റെ സൈക്കിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിൽ അത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല 2 സൈക്കിളും കൂടി ഒരുമിച്ച്. പിന്നെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സൈക്കിളായിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ ലൈറ്റായിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേനും ബാങ്കൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ നിസ്കരിച്ച് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഗ്രില്ലിങ് അങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സൈഡിലേക്ക് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം എവിടെ നിന്ന് നോക്കിയാലും അത്രയും ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. സൺസെറ്റ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ ക്ലൈമറ്റും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റായിരുന്നു. പക്ഷെ രാത്രി ആയപ്പോഴത്തേനും നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിട്ടാണ്. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിപ്പോയി. അതുമാതിരിയുള്ള തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇളന്തപ്പഴം ഒരുപാട് പറിച്ച് അങ്ങനെ കുറേ അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ കഴിച്ചു. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് നമ്മളവിടെ തന്നെ നിസ്കരിച്ചു. പിന്നെ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഗ്രില്ലിങ് പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇക്കാടെ ഫ്രണ്ട് ഒരു മരത്തിൻ്റെ തടി കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ തീ കൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് നിൽക്കാൻ പറ്റിയിട്ട. കാരണം അത്ര തണുപ്പായിരുന്നു. അപ്പോൾ ആ ഒരു മരം കത്ത് പിടിച്ചപ്പോൾ നമുക്ക് നല്ല ആശ്വാസം കിട്ടിയിട്ട. കാരണം നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാലൊക്കെ ഭയങ്കര വിറച്ച് പോവുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് നമ്മൾ ഗ്രില്ലിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ്നട്ട് ഉണ്ടായിരുന്നു, പിന്നെ സോസേജ്, പിന്നെ ഞാൻ കൊണ്ടുവന്ന ചിക്കൻ കബാബ്, പിന്നെ ചിക്കൻ 2 ടൈപ്പിൽ മസാല ആക്കിയതും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുബൂസും മയോണൈസ് സാലഡ് അങ്ങനെയൊക്കെ അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു 9:30 ആയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് പിന്നെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് അവിടെയൊക്കെ നീറ്റാക്കി സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഓരോരുത്തരുടെ സാധനങ്ങളും കാറിലേക്കൊക്കെ ആക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഈവനിങ് തന്നെയായിരുന്നു. പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങി. അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിന്നിരുന്നെങ്കിൽ
കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്